നമസ്കാരം. സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് കോവിഡ് കഴിഞ്ഞപ്പം എല്ലാവരും സെർച്ച് ചെയ്തൊരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കണ്ടീഷനാണ് ഡിപ്രഷൻ, വേറൊന്ന് ആങ്സൈറ്റി. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും നമ്മൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജീസാണ്. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, എപ്പോഴും ഒരു സങ്കടം, ഒരു വിഷാദം, നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തിലും താല്പര്യമില്ല, ഈവൻ കുളിക്കാനോ അല്ലെങ്കിൽ ഈവൻ ബേസിക് കാര്യങ്ങൾക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുക, ഇങ്ങനെ പല സിംറ്റംസ് ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനൊരു ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ പലരും, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള പലവരും ഞാൻ ഡിപ്രസ്ഡായി പോയി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ ആകണമെന്നില്ല. കാരണം നമ്മളിൽ എല്ലാവരിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകും തോറും നമുക്ക് ചില സമയത്ത് നമുക്ക് വളരെ എനർജറ്റിക്കായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ പലപ്പോഴും എന്ത് പറ്റും, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ തട്ടുന്ന കാര്യങ്ങൾ, വിഷമതകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ മൂഡിനെ ലോ ആക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു താല്പര്യക്കുറവ്, അല്ലെ ഇനി ജീവിച്ചാൽ എന്താണ്, എൻ്റെ ജീവിതം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനും അതിനെ ബേസ് ചെയ്ത് പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും ഒക്കെ തോന്നും നമുക്ക്, അല്ലേ? സോഷ്യൽ ഐസൊലേഷൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു നോർമൽ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ചസ് ആണ്. അതിൻ്റെ വ്യത്യാസം എന്താണ്? നമ്മൾ അങ്ങനെ പോയാൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നോർമലായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനുള്ള ഒരാൾക്ക് പലപ്പോഴും ഈ ചിന്തകളുടെ സിവിയറിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് എനിക്ക് യാതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ജീവിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പോകാനായിട്ടോ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ എന്ത് പറ്റും, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും, ഞാനല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. എന്ത് പറ്റും, അതിൻ്റെ ഫൈനൽ എക്സ്റ്റെൻറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും ആത്മഹത്യ ചെയ്യണം, എൻ്റെ ജീവിതത്തിന് വാല്യൂ ഇല്ല, പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഒരു സ്യൂസൈഡൽ ടെൻഡൻസി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിവിയർ കേസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അങ്ങനെ സ്യൂസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ എന്ത് പറ്റും, അവർ മിക്കവാറും ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന സാമഗ്രികൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. ആൻഡ് എനി ടൈം മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും സ്യൂസൈഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എത്രത്തോളം ആഘാതത്തിലാണ് ഈ ഒരു വ്യക്തി ഈ സിംറ്റംസ് അനുഭവിക്കുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളായിട്ടുണ്ട്, അതിൻ്റെ തീവ്രത, അത് എത്ര പ്രാവശ്യം അങ്ങനെ വരുന്നു, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് പോകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റും ആരെങ്കിലും ഇങ്ങനെ കുറച്ച് സിംറ്റംസ് പറയുന്നുണ്ട്, ഈവൻ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ഇങ്ങനെ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷേ എങ്കിലും എല്ലാവർക്കും ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മളിൽ പലരും ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്, അല്ലേ? ഉദാഹരണത്തിന് ഏറ്റവും വളരെ തീവ്രമായിട്ട് നമ്മളിപ്പോൾ പലവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്. പല ആൾക്കാർക്കും ജോലി പോയി, സെക്യൂർ ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു, നാശനഷ്ടങ്ങളുണ്ടായി, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡെത്ത് ഉണ്ടായി. അങ്ങനെ പല ഇവൻറ്റ്സും, നെഗറ്റീവ് ഇവൻറ്റ്സും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇമോഷണലാണ്. അപ്പം നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കും, നമ്മുടെ ഇമോഷണൽ സെൻറ്റേഴ്സിനെ അത് ബാധിക്കും, ലിംബിക് സിസ്റ്റത്തിനെയും എല്ലാം ബാധിക്കും. അപ്പോൾ എന്ത് പറ്റും, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരു പ്രതിസന്ധിയായിട്ട്, ഒരു ക്രൈസിസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മൈൽഡ് മോഡറേറ്റ് കേസസ് ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ തിരിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നല്ലൊരു ഉദാഹരണമാണ് മൈൻഡ്ഫുൾനെസ്, സ്ട്രക്ചേർഡ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ്. അതായത് നമ്മളെപ്പോഴും ഒരു ഫിലോസഫിക്കൽ ടച്ചാണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഈസ്റ്റേൺ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫിലോസഫി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആ ലൈഫ് സ്റ്റൈലാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, എൻ്റെ ജീവിതം എന്താണ്,
ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വരുമ്പോൾ അതൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് വലിയൊരു പ്രസക്തി. നമ്മൾ എന്ത് പറ്റും, നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നെഗറ്റീവേ ചിന്തിക്കുകയുള്ളൂ അല്ലേ. നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു രീതി അതാണ്, എപ്പോഴും നെഗറ്റീവാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, ഓർമ്മയിൽ നിൽക്കും നമുക്ക് കൂടുതൽ. അതിൻ്റെ കൂടുതൽ 10 നല്ല കാര്യങ്ങളുണ്ടായാലും നമ്മൾ ചിലപ്പോൾ അതെല്ലാം മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടെ വേണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചിന്ത നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പാറ്റേണിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്തൊരു പോസിറ്റീവ് പാറ്റേണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമുക്ക് തനിയെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിലിംഗ്, ഈവൻ നമുക്ക് സൈക്കോതെറപ്പി എല്ലാം ഹെൽപ്പ് ചെയ്യും. കൺവെൻഷണൽ ഒരു അപ്രോച്ചാണ് സൈക്കോതെറപ്പിയിൽ യൂസ് ചെയ്യുന്നത്, പക്ഷേ മൈൻഡ്ഫുൾനെസ്സിൽ കുറച്ചുകൂടെ ഈസ്റ്റേൺ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ ഈ സെഷൻസിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക വെച്ചാൽ, ഈ ഒരാൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കേട്ടിരിക്കാനും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാനും, കൂടാതെ എന്താണ് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനായിട്ട്, കോഗ്നിറ്റീവ് എറേഴ്സ് എന്ന് പറയും. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കെട്ടിച്ചമഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് തോട്ട് പ്രോസസ്സ് ഉണ്ട്, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ തെറ്റായ ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ നോക്കണം. അപ്പോൾ അത് വേറൊരാളല്ല ചെയ്യേണ്ട, നമ്മുടെ ചിന്ത ആയതുകൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യണം. അവിടെയാണ് ഒരു പക്ഷേ ഒരു കൗൺസിലറിനോ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനോ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക. കാരണം ആ പ്രോസസ്സിന് നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. അപ്പോൾ ആ നമ്മുടെ തെറ്റായ ചിന്തകളെ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ മാറ്റി നമ്മുടെ പോസിറ്റീവ് ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച് പുതിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മുടെ തെറ്റായ ചിന്തകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ? കാരണം നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സാ വാച കർമ്മണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതായത് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും, നമ്മുടെ സ്വഭാവത്തിലും ആ ചിന്തേനെ ബേസ് ചെയ്തിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും വരുന്നുണ്ടാവുക. തലച്ചോറല്ലേ നമ്മുടെ സ്വഭാവം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ തലച്ചോറിലെ ചിന്തകൾ മാറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള ചേഞ്ചസും അനുഭവപ്പെടും. നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട് നമ്മുടെ ചിന്തേനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്, നമ്മുടെ അനുഭവങ്ങളല്ലേ പലപ്പോഴും നമ്മുടെ മെമ്മറീസ് ആയിട്ട് നമുക്ക് നിൽക്കുക അല്ലേ. നല്ല സ്ഥലത്ത് പോയി നമ്മൾ ആ ഭക്ഷണം കഴിച്ചു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തേക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പം അത് നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ചിന്തയിലേക്ക്, അതൊരു മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയുന്നത്, നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കളക്റ്റീവ് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ രാവിലെ ഇൻപുട്ടൊന്നും കൊടുക്കാതിരിക്കുക. എന്ത് ചെയ്യണം, നമ്മൾ രാവിലെ എഴുന്നിട്ട് ഒന്ന് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കുക, ജസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുക, വെറുതെ വെള്ളമായാലും മതി. എവിടെയെങ്കിലും പോയിരുന്ന് ആ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോയ ശേഷം വേണം നമ്മൾ ബാക്കി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ അർത്ഥം മടി പിടിക്കണം എന്നല്ല, ആ ഫസ്റ്റ് 1 hour നമ്മൾ എഴുന്നേറ്റ് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൂടുതൽ റഷ് ചെയ്യാതിരിക്കുക, സ്ലോ ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്പീഡിൽ കൊണ്ടുപോകുക. അപ്പോൾ ഈ ഫസ്റ്റ് 1 hour നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണ്. ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ പലപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ്, ഞാനിപ്പോൾ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചോളൂ. ഉദാഹരണത്തിന് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ ഒരു പോസിറ്റീവ് അഫർമേഷൻ, എനിക്ക് പറ്റുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് അഫർമേഷനും കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ ഒരു മെസ്സേജായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ, ആ ഫുൾ ദിവസം നമുക്ക് ആ പോസിറ്റിവിറ്റി നമുക്ക് നിലനിൽക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് അല്ലേ, രാവിലെ ചായ അങ്ങോട്ട് കുടിച്ചാലേ നമുക്കൊരു ഉന്മേഷമുള്ളൂ, അല്ലെങ്കിൽ കോഫി കുടിച്ചാലേ ഉന്മേഷമുള്ളൂ. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർ കഴിയുന്നതും അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യുക. കാരണം നമുക്ക് അത്രയും സ്റ്റിമുലേഷനൊന്നും ആവശ്യമില്ല. സെക്കൻഡ് തിങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമ്മുടെ ഈ പ്രാതൽ എന്ന് പറയുന്നത് അതല്ലേ നമുക്ക് ഫ്യൂവല്. രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആവശ്യത്തിന് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഈ ചാർജോ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും രാവിലെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കണം.
അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ തലച്ചോറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് അന്നജം വേണം. കാരണം ഷുഗർ ഉണ്ടെങ്കിലേ തലച്ചോറിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് ഷുഗർലെസ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടിലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കുറച്ചൊന്ന് പോസ് ചെയ്യണം. പലപ്പോഴും എന്താ പറ്റുന്നത്, നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, പ്ലാനിങ്. പക്ഷേ ഈ പ്ലാനിങ് മാത്രമേ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്നുള്ളൂ. ഇംപ്ലിമെൻറ്റേഷൻ, ഇതിനെ പ്ലാനിങ്ങിനെ ഫൈനൽ പൊസിഷനിൽ എത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ, എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കതല്ല വേണ്ട. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിക്കുക, അതിന് വേണ്ടിയിട്ടൊരു പോസ് എടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം അതിനെ വിട്ടുകളയാം. എന്നിട്ട് ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങാം. അതായത് നമ്മൾ അപ്പം എടുക്കുന്ന ഒരു കാര്യം അപ്പം വളരെ ഭംഗിയായിട്ട് ഫുൾ അവയർനെസ്സോട് ചെയ്യുക. അത് കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ദാറ്റ് ഈസ് കംപ്ലീറ്റ്. ഓക്കെ. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് നമ്മളിങ്ങനെ ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നല്ലൊരു ലഞ്ച്, ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് കഴിക്കണം. ഡിന്നർ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഒരുപാട് ലേറ്റായിട്ട് ഡിന്നർ കഴിച്ച് എന്ത് പറ്റും, ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ തലച്ചോറിനോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോ റെസ്റ്റ് കിട്ടില്ല. അപ്പം ഡിന്നർ തീർച്ചയായിട്ടും ഒരു 7 മണിക്ക് മുമ്പേ തന്നെ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സന്ധ്യാസമയത്തിന് ശേഷമുള്ള ടൈം എന്ത് ചെയ്യണം, നമ്മൾ ആവശ്യമില്ലാതെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ്, ന്യൂസ്, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണണ്ട. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഫൈൻ. പക്ഷേ എങ്കിലും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും ഓഫ് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ബ്രെയിനിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെളിച്ചം നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴാണ് ബ്രെയിനിലെ പല സെൻറ്റേഴ്സും ആക്റ്റീവ് ആവുന്നത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് സൂര്യപ്രകാശം ഇല്ലാതാകുമ്പം നമ്മുടെ ബ്രെയിനിൽ ചില സെൻറ്റേഴ്സ് ഡീആക്ടിവേറ്റഡ് ആവും അല്ലേ, നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം. പക്ഷേ നമ്മൾ ആ ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് പറ്റും, വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഇരിക്കും, നമ്മുടെ ബ്രെയിൻ റെസ്റ്റില്ല. അങ്ങനെയാണ് നമുക്ക് പലവർക്കും ഉറക്കത്തിന് പ്രശ്നം വരുന്നത്. ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കാലാകാലങ്ങൾ നീണ്ടു നിന്നാൽ നമുക്ക് എന്ത് പറ്റും, അതൊരു സിവിയർ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം, പലപ്പോഴും സൈക്കാട്രിക് പ്രോബ്ലമായിട്ട് തന്നെ മാറും. അപ്പം ഉറക്കം കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. ഇനി കൂടുതൽ സ്ട്രെസ്സുള്ള ആൾക്കാരാണ്, ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുന്നു, പെട്ടെന്ന് ഞാൻ എന്താ പറയുന്നത്, എനിക്കൊരു ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ് നമുക്കിപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായാലും ജീവിതത്തിൽ എന്നും ഉണ്ടാവും അല്ലേ. എല്ലാ കാര്യങ്ങളും നമുക്ക് ടെൻഷനും ബാക്കി കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതെങ്ങനെ നേരിടണം, അത് മെച്യൂറായിട്ട് നമുക്ക് നേരിടാനായിട്ട് നമ്മൾ അതിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അവിടെയാണ് നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് കോഴ്സസും സ്ട്രെസ് മാനേജ്മെൻറ്റ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് ഇപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്താണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നമ്മുടെ സ്വഭാവം എന്താണ്, എൻ്റെ ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ സമൂഹത്തിലെ കുട്ടിക്കാലം മുതൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ല എന്നൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അച്ഛനും പറയും അതൊക്കെ നിൻ്റെ തോന്നല, അല്ലെങ്കിൽ നിനക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ തിരിച്ചറിയണം. അറിഞ്ഞാൽ മാത്രം മതി, അത് പ്രവർത്തിക്കണം എന്നില്ല അല്ലേ. നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഇമോഷൻസും വരും. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കണം. അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കറക്റ്റ് ചെയ്യാനും ഉള്ള സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ മനസ്സിലെ ചിന്തകളെയും നമ്മുടെ ഫീലിങ്സിനും തിരിച്ചറിയാൻ മാത്രമേ നമുക്ക് വേറെ ആളുടെ ഫീലിങ്സും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, ചിന്തകളെ കറക്റ്റ് ചെയ്യണം, നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കണം, വേറെ ആളുടെ ഫീലിങ്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് മാത്രം നമുക്ക് കൊടുത്താൽ മതി. നമ്മുടെ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. കൂടാതെ നമ്മുടെ ദിനചര്യ തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭക്ഷണം, എക്സസൈസ്, യോഗ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം. ഇതിൽ തന്നെ പല മാനസിക പ്രശ്നങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വരാതിരിക്കാനായിട്ട്, തടുക്കാനായിട്ട് സാധിക്കും. ഇനി വന്നാൽ തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനോ സിവിയർ ആങ്സൈറ്റിയോ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണ്ടി വരും. പലപ്പോഴും അതിന് ചിലപ്പം മരുന്നുകളുടെ ആവശ്യവും വന്നേക്കാം. അപ്പോൾ കൗൺസിലിംഗ് ടെക്നിക്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും, പക്ഷേ അതോടുകൂടെ ചിലപ്പോൾ മെഡിസിൻസും എടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന്
നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം നിലനിർത്താനും അത് മെച്ചപ്പെടുത്താനും ശ്രമിക്കാം. സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പുതിയ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കരാത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും കരാത്തയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ കരാത്തയുടെ ബേസിക്സ് പിന്നെ കീഹോൺസ് ഇത് രണ്ടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് കാത്ത. കാത്ത എന്ന് പറയുന്നത് ട്രഡീഷണൽ കരാത്തയുടെ പെർഫോമിംഗ് ഫോമാണ്. അതായത് നമ്മൾ പഠിച്ച കീഹോൺസിൻ്റെ, അതായത് പഞ്ചസിൻ്റെയും ബ്ലോക്സിൻ്റെയും ഒക്കെ പെർഫോമിംഗ് വേർഷനാണ് കാത്ത. കരാത്തെ കോമ്പറ്റീഷനിൽ 2 ടൈപ്സ് ഓഫ് കോമ്പറ്റീഷനാണ് ഉള്ളത്. ഒന്ന് കാത്ത കോമ്പറ്റീഷൻ ഇൻ വിച്ച് പാർട്ടിസിപ്പൻസ് ഡു ഓൾ ദ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കാത്താസ് ഉണ്ട്. അവർക്ക് അത് പെർഫോം ചെയ്യാം. അതിലെ സ്റ്റാൻസസ്, പ്രിസിഷൻ, സ്പീഡ്, പവർ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് കോമ്പറ്റീഷനിൽ മാർക്ക് ഇടുന്നത്. കോമ്പറ്റീഷൻ ഐറ്റം എന്നതിലുപരി കാത്ത നമ്മുടെ ഫിറ്റ്നസ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുമാതിരി മൈൻഡ് ബോഡി കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ആയോധന മുറയാണ് കാത്ത എന്ന് പറയുന്നത്. നമ്മുടെ ഫുൾ ബോഡിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്ത നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ടൈപ്സ് ഓഫ് കാത്ത ഉണ്ട്. അതിൽ ബേസിക്സ് ആയിട്ടുള്ള 1-2 കാത്താസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാത്തയുടെ പേര് ടേക്യുക്യു ഷൊനാൻ. ടേക്യുക്യു ഷൊനാൻ. യോയ് റൈറ്റ് യോയ് കാത്ത ടേക്യുക്യു ഷൊനാൻ. യോയ് It's Hit Sun Hit Go Punch forward. It's Move faster. Hit Sun Kiai It's Hit Sun Hit Go It's Move fast. Hit Sun Kick H Nick Sun. Joy. ഇത് നമ്മൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന കാത്ത ആണ്. ബേസിക് ആയിട്ടുള്ള പഞ്ചസ് ആൻഡ് ബ്ലോക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാത്ത. ഓരോ ലെവൽ അപ്ഗ്രേഡ് ആവുന്തോറും കാത്തയുടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരും. ഇവർ ഇപ്പോൾ സീനിയർ ബെൽറ്റ്സ് ആണ്, ബട്ട് ഇത് വൈറ്റ് ബെൽറ്റിൽ നമ്മൾ പഠിക്കുന്ന കാത്താണ്. വൈറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് കരാത്തയുടെ ബിഗിനിങ് ആണ്. ഒരു കരാത്തേക്ക മീൻസ് വൺ ഹു പ്രാക്ടീസസ് കരാത്തെ ചെയ്യുന്ന ഒരാളിനെ പറയുന്നത് കരാത്തേക്ക എന്നാണ്. ഒരു കരാത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ വൈറ്റ് ബെൽറ്റ് ആയിരിക്കും. കരാട്ടയിൽ നമ്മുടെ സീനിയോറിറ്റി ലെവൽ നോക്കുന്നത് ബെൽറ്റ് കാറ്റഗറി വെച്ചിട്ടാണ്. ഒരാൾ തുടങ്ങുന്ന സമയത്ത് വൈറ്റ് ബെൽറ്റ് ആയിരിക്കും അയാൾ ഉണ്ടാവുന്നത്. ബൈ ഡിഫോൾട്ട് വൈറ്റ് ബെൽറ്റ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സിലബസ് പഠിച്ചു കഴിയുന്ന സമയത്ത് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ആ കുട്ടി യെല്ലോ ബെൽറ്റ് ആവുന്നു. അതായത് അടുത്ത ഗ്രേഡിലേക്കാണ് ചെയ്യുന്നത്. സോ ഓരോ ലെവൽ കഴിയും തോറും അവരുടെ ബെൽറ്റിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിട്ട് വരും. സോ ലെറ്റ്സ് ഹാവ് വൺ കിയാൻ കത്ത. ജോയ് It's Hit Sun Kick Go H Nick Sun I okay, turn fast. H Nick Sun Kick Go. H Nick Sun. Okay, turn fast. Okay. H Nick Sun Kick Joy. Right. ഇതിൽ ആദ്യത്തെ കത്തതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അഡീഷണൽ മൂവ്മെൻറ്റ്സും ഡിഫിക്കൽട്ട് സ്റ്റാൻസസും വരും. കരാത്തയിൽ ഒരുപാട് സ്റ്റാൻസസ് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ലെഗ് പൊസിഷൻ ചെയ്യുന്ന രീതിക്കാണ് സ്റ്റാൻസസ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റാൻസസും ലെഗിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കത്തായിൽ സെങ്കുത്സു എന്ന് പറയുന്ന സ്റ്റാൻഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് ലെഗ് ഫോർവേഡ്, ഫ്രണ്ട് ലെഗ് സ്റ്റാൻസ്. ദിസ് ഇസ് കോൾഡ് സെങ്കുത്സു സ്റ്റാൻസ്.
ഈ കാലിലാണ് അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത്. സോ ദാറ്റ് ടു സ്ട്രെങ്തൻ ദിസ് ലെഗ്. രണ്ടാമത്തെ കാത്ത വരുമ്പോൾ അതിൽ മറ്റൊരു സ്റ്റാൻസസ് കൂടെ വരും, ബാക്ക് സ്റ്റാൻസ്, വിച്ച് ഇസ് കോൾഡ് കോകുച്ചു സ്റ്റാൻസ്. ദിസ് സ്ട്രെങ്തൻസ് ദിസ് സൈഡ് ഓഫ് ദി ലെഗ്. സോ ഓരോ സ്റ്റാൻസ് ഇതുപോലെ വളരെയധികം സ്റ്റാൻസ് ഉണ്ട് കരാത്തയിൽ. ദിസ് ഇസ് വെരി മെറ്റിക്കുലസ്ലി പ്ലാൻ. എല്ലാ ബോഡി പാർട്സിനെയും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആയോധന കലാരൂപമാണ് കരാത്തെ. സോ നിങ്ങൾ രണ്ട് കാത്ത കണ്ടു. വൺ മോർ കഥ വിൽ വിറ്റ്നസ് വിച്ച് ഇസ് എ ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് ദാൻ ദ ഫസ്റ്റ് ടു. Okay, which is called Hyan Nidan. It's the third kata we are going to perform. Yoi. Hyan Nidan. Yoi. H. T. San. Chi. Go. H. Take out. T. San. Okay, turn faster. X. Nick. Sun. Cheek. Now. Leg and UK. X. X. Same. UK. Nick. Sun. Now, Maratha. Cheek. Number I. X. Nick. Okay. Okay. Sun. Chi. Rồi. Do this one more. Right. Rồi. Taking picture on. Rồi. H. Chi. Sun. Chi. Go. H. Faster. Nick. Son. Yeah. X. Nick. Son. Chi. Go. On me. Son. On me. Son. X. Nick. Son. H. Nick. Sun. Rồi. Đấy. Đấy. Và tay kia đi done. Rồi. Strong and fast, okay? H. Nick. Sun. Cheek. Go. Okay, stand straight. Okay, fingers together. Breathe out. H. Hit. Focus two. Run. Focus. Ready? Done. Gun. Sun. Ay. Turn fast. H. Hit. Sun. Chi. Okay, then good. So H. Okay, Yoko Hanmi. Stance. Watch your stance. Yoko Hanmi. Stand down. Kick and punch. H. Hit. Sun. Okay. Chi. Okay. Stand down. Turn fast. H. Hit. Sun. Chi. Rồi. Đây. നമ്മൾ കാത്ത പ്രാക്ടീസ് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ ഫിറ്റ്നസിനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നമ്മൾ കുമിത്തെ ചെയ്യുമ്പോൾ, അതായത് ഫൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ പെർഫെക്ഷനും വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയെങ്കിലും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എന്താണ് കഥ എന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ലെറ്റ്സ് ഹാവ് ദ നെക്സ്റ്റ് എപ്പിസോഡ്. സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Thank you so much. Have a wonderful day.